ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സിലിമാറ്റർ ഇന്തോനേഷ്യ ഗെയിം പ്ലേയുമായിട്ടാണ്. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. നമുക്ക് ഇവിടെ നിന്ന് ഇനി റോഡിലോട്ട് ഇറങ്ങണം. നമ്മുടെ വണ്ടി ഉണ്ടോ എന്നെ ലുക്കാന്ന്. ഇതിനകത്ത് പിന്നെ രാത്രി അവനെ ലൈറ്റ് ഇട്ട് കാണിക്കാൻ ഞാൻ ഒരുപാട് ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല രസമുണ്ട്. ഇടിച്ചടാ. കുഴപ്പമില്ല, വലുതായിട്ടൊന്നും ഡാമേജ് പറ്റിയിട്ടില്ല. ഇൻഡിക്കേറ്റർ ഇട്ടോ, അല്ലെങ്കിൽ വല്ലവനും വന്ന് കയറും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ വണ്ടി വന്ന് കയറുന്നവൻ്റെ അവസ്ഥ പോയതാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടീൻ്റെ ബാക്കിലത്തെ സ്പോയിലർ എങ്ങനെയുണ്ട്? കൊള്ളാവോ? രസമില്ലേ? ഇനി ഇൻഡിക്കേറ്റർ ഇട്ടേക്ക്, കാരണം വലിയ റോഡാ. വീണ്ടും ഇടിച്ചടാ. ഈ വണ്ടിക്കൊരു ബാലൻസ് കിട്ടുന്നില്ലല്ലോ, എന്തോ പറ്റിയാവോ? വണ്ടീൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാനുണ്ടോ? അങ്ങനൊന്നുമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് റേഡിയോ ഒക്കെ ഓണാവുന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി. ഓക്കെ, നമ്മളങ്ങനെ 100ൻ്റെ മേളിൽ സ്പീഡ് കയറിയിരിക്കുകയാണ്. 112 കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ആളുകളെ കൂട്ടണമെങ്കിൽ ഇച്ചിരി ദൂരം പോകേണ്ട വരും. ഇവിടെ സിഗ്നൽ വീണല്ലോ, മാറി നിൽക്കടാ. എടാ, ഞാൻ പറഞ്ഞപ്പോഴത്തേക്കെല്ലാം മാറിയടാ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോവാട്ടാ. ഇവിടെ ലോറികളാണ് കൂടുതൽ. ഞാൻ അങ്ങനെ വലിയ വലിയ കാറുകൾ ഇതുവരെയായിട്ടും കണ്ടില്ല. മൊത്തം ലോറിയാണ് ഇവിടെ, മൊത്തം ലോറിയാണ്. ഇതെന്താ ഈ പോണേതാ? ഇതേതോ ചുമന്ന കാറാണല്ലോ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു കാറ്. ഇതുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മൊത്തം ലോറിയാ. എടാ, ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞ MGൻ്റെ കോമറ്റല്ലേ? ആ വണ്ടിയൊക്കെ ഇതിനകത്തുണ്ടോ? MGൻ്റെ കോമറ്റ് കൊള്ളാല്ലേ. ആ വണ്ടിയെ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരിക്കൽ എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം ലോറിയാ. ഇവന്മാർ സിഗ്നലിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നു. മാറി നിൽക്കട, എനിക്ക് സിഗ്നലൊന്നും ഒന്നുമല്ല. പെറ്റി അടയ്ക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പെറ്റി അടച്ചു. അല്ല, പെറ്റി ഞാനല്ലേ അടയ്ക്കണ്ടേ? ഞാൻ എന്തോന്ന് ഈ പറയുന്നേ? ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളൊരു ചെറിയ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് വലിയ റോഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇത് അത്രയ്ക്ക് ചെറിയ റോഡാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ വണ്ടിയൊന്നും കാണാനില്ല. വലിയൊരു ഫ്ലാറ്റൊക്കെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. വേണ്ട, ആളുകളെ കൂട്ടേണ്ട ഇടം കഴിഞ്ഞു പോയി. അയ്യോ. നമുക്ക് ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് തിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് അവിടെ ഇട്ട് തിരിക്കാം. എൻ്റെ പ്രൊഫഷണൽ തിരി നിങ്ങളിപ്പോൾ കണ്ടോളൂ. എൻ്റെ വളയ്ക്കാനായില്ല, കുറച്ചുകൂടി ചെല്ലേണ്ട വരും. എനിക്ക് ഉള്ളു ക്യാമറ ഇഷ്ടപ്പെട്ടു കേട്ടോ, അതാണ് കുറച്ചുകൂടി രസം. ഇനിയും വളയ്ക്കാൻ ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോലും ഇവനൊന്നും കണ്ണ് കണ്ടുകൂടി. ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോലും ഇവന്മാർക്കൊന്നും കണ്ണ് കണ്ടുകൂടാ. എടാ പോടാ. ഞാൻ പോയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ വളച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലോട്ട് പോവും. ഓക്കെ, ഇനി നമുക്ക് അവരെ പോയി കൂട്ടണം. എനിക്ക് മഴ പെയ്യുമോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞ് തീർന്നതേ ഉള്ളൂ, മഴ പെയ്തു. എനിക്ക് മഴ പെയ്യുമ്പോൾ അല്ലേ ക്യാമറ ഉള്ളിലിട്ട് ഓടിക്കാൻ ഇഷ്ടം. അതാ കുറച്ചുകൂടി രസം. കണ്ടില്ല മഴ പെയ്തിട്ട് ഇടിയൊക്കെ വെട്ടുന്നത്? അതൊരു ഭയങ്കര രസമാണ്. നമുക്കിനി കുറച്ചും കൂടി ദൂരം പോയാൽ മതി. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ട് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വണ്ടി ഇടിച്ചെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ആളുകൾ കയറുവാണ്. ഇതെന്ത്? അവർ പെട്ടെന്ന് മാഞ്ഞു പോകുന്നോ? നമ്മളതങ്ങ് സ്കിപ്പ് ചെയ്ത്, എനിക്കത് വേണ്ട. ഓക്കെ, നമുക്കിനി വണ്ടി എടുത്തോണ്ട് പോവാം. ഇൻഡിക്കേറ്റർ ഇടണോ ഇവിടെ? ഇൻഡിക്കേറ്ററിനൊന്നും ഒരു ആവശ്യമില്ല. ഞാനൊരു ടോപ്പ് പ്ലെയർ തന്നെ. ഒറ്റയടിക്ക് തിരിച്ചുണ്ടോ? ശരി, അവിടെ വലിയൊരു റോഡാണ്, അതുകൊണ്ട് ഒറ്റയടിക്ക് തിരിക്കാൻ വലിയ പ്രയാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഗൈസ്. അങ്ങനെ നമുക്കിനി മെല്ലെ മെല്ലെ നീങ്ങി പോവാം. പിന്നെ ദേണ്ട പോയ MGൻ്റെ കോമറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു നീല സാധനം, നീളം കുറഞ്ഞേ. എനിക്ക് ആ വണ്ടി കാണുമ്പോൾ ചിരി വരും എപ്പോഴും. കാരണം ഞാൻ എന്താണെന്നറിയോ, ഓട്ടോ പോലെ അതിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടിക്കാരനുണ്ട്. മാറി നിൽക്കടാ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാണ്. ഞാൻ പറഞ്ഞ MGൻ്റെ കോമറ്റ് കണ്ടോ? എൻ്റെ ബാഗൊക്കെ ഇരിക്കുന്നുണ്ടോ? ഒരുമാതിരി ഓട്ടോ പോലെ അതിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ബസ് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ?
ഞാൻ മുമ്പ് കാണിച്ചതാണ് ബസ് ഡാൻസ് കളിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാട്ടാ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളൊരു കയറ്റത്തെത്തിയിരിക്കുകയാണ്. 2 സൈഡും റബ്ബർ തോട്ടമാണ്. ഇത് റബ്ബർ തോട്ടം അല്ലേ? എന്തോ ഒരു ഇത് ഗായ്സ്. അങ്ങനെ നമ്മളൊരു ഗ്രാമത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതെന്തോ വനമാണെന്നാണ് തോന്നുന്നത് 2 സൈഡും. പക്ഷെ രസമുണ്ട് ഇവിടെ കാണാൻ. എനിക്കൊരു മഴയും കൂടി വേണമെന്നുണ്ട്. മഴയും കൂടി ഉണ്ടെങ്കിൽ മറ്റേ ആ പാട്ടിടായിരുന്നു, തിറ പുഞ്ചി മഴയത്ത്. അതൊക്കെ വിട്. നമുക്കിപ്പോൾ മെല്ലെ ഈ മല കയറി പോവാം. വണ്ടിയെല്ലാം വരുമോ? അങ്ങനെ ഇവിടെ വണ്ടിയൊന്നും വരത്തില്ലെന്ന് തോന്നിട്ടോ. ഞാൻ ടോപ്പ് പ്ലെയറായി ഗൈസ്. ഞാൻ ബസ്സിൽ മേറ്ററി ടോപ്പ് പ്ലെയറായി. ഒറ്റ വളയ്ക്കൽ. എനിക്കത് ഇഷ്ടപ്പെട്ട വളയ്ക്കൽ. ഒന്നുകൂടിയും പോയിട്ട് വളച്ചാലോ? വേണ്ട, പോകുന്ന പോക്ക് അങ്ങനെ തന്നെ പോട്ടെ. ഈ വണ്ടിക്കാരൻ ഇറങ്ങിയാണല്ലോ. കയറി പോകാൻ പറ്റുമോ? വല്ല വണ്ടിക്കാരനും വരുമോ? നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം. വണ്ടിയൊന്നും വരത്തില്ലെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം വരാത്ത വണ്ടി ഇപ്പോൾ വന്നാ ക്രിസ്റ്റക്കാരൻ. ക്രിസ്റ്റ ഗൈസ്, ഇനിയും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അല്ലേ അവൻ അങ്ങോട്ട് തിരിഞ്ഞു പോയി. ദേണ്ട് ഫോർച്യൂണർ, എൻ്റെ മോനെ. പിന്നെ നമുക്ക് ഈ വളവൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാം ഈസി ആയിട്ട് തന്നെ വളയ്ക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഓടിക്കുന്ന ഞാനാണേ. ഞാൻ അത്രയ്ക്ക് വലിയൊരു ടോപ്പ് പ്ലെയറാ ഗൈസ്. അങ്ങനെ ഇവിടെ ഒരു വലിയ വളവ് വന്നിരിക്കുകയാണ്. ഈ വളവ് കഴിയുമ്പോൾ നമ്മൾ ഗൈസ് വണ്ടി ഇടിച്ചപ്പോഴാണ് മഴ പെയ്തതും. വാവ്, നല്ല ഐശ്വര്യം ഗൈസ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരവും കൂടി ഉള്ളൂ. മിന്നലടിച്ചുകൊണ്ടോടാ, എൻ്റെ ദൈവമേ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ബ്രേക്കില്ല, വണ്ടി പോയിടിക്കല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ആൾക്കാരെയൊക്കെ ഇറക്കാം. കൂടെ നമുക്കും ഇറങ്ങി നിന്ന് നോക്കാം നമ്മുടെ വണ്ടി എത്രമാത്രം ഡാമേജ് ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. തിരിഞ്ഞേ. എൻ്റെ ദൈവമേ, ഇത്രമാത്രം വണ്ടി ഡാമേജായി ഗൈസ്. ഞാൻ ഇത്രയും ഡാമേജ് ആവുമെന്ന് ചിന്തിച്ചില്ല. ഇതാ മറ്റേ ടൊയോട്ടേൻ്റെ വണ്ടിയല്ലേ? എന്ത് ഫിൽഫെയറോ അങ്ങനെ എന്തോ ഇട്ടപ്പോൾ വണ്ടിയാണ് ഗൈസ്. അത് ടൊയോട്ടേൻ്റെ ഒരു ലക്ഷറി കാറാണ്. ഗൈസ്, ഇനി നമുക്ക് തിരിച്ചു പോവാം. ആൾക്കാരെ എല്ലാം കയറ്റാം. അങ്ങനെ നമ്മൾ ആൾക്കാരെ എല്ലാം കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. വളയ്ക്കട ഫ്രണ്ട് എടുത്തോ. മതി. ഇനിയും ബാക്കിലേക്ക് എടുത്തോ. കറക്റ്റ് എവിടെ ഇടിക്കാതെ ഞാൻ എടുക്കുന്നതുണ്ടോ? അതാണ് ഞാൻ പണ്ട് മുതലേ ഡ്രൈവിങ്ങിലൊരു സംഭവമാണ് ഗൈസ്. ഏത് ഡ്രൈവിംഗ് ഗെയിം കളിച്ചാലും ഞാൻ ഭയങ്കര സംഭവമാണ്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും പോവാം. ഇനി മൊത്തം ഇറക്കമാണ്. നമ്മൾ ഇങ്ങോട്ടൊന്നും മൊത്തം കയറ്റമായിരുന്നു. ഇനിയിപ്പോൾ മൊത്തം ഇറക്കം. അത് രസമായിരിക്കും ഇറക്കത്ത് ഈ വളവ്. ഇതെന്താണ് ഈ വണ്ടി കൈ നിൽക്കാത്തേ? എനിക്കാണ് ദേഷ്യവും കൂടി പിടിക്കുന്നത്. ഈ വണ്ടി കൈ നിൽക്കുന്നില്ല. നമുക്ക് ഉള്ളിലിട്ടൊന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് ഇടിക്കുവാണെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ഓടിക്കാം. ഉള്ളിലിട്ട് ഓടിക്കാൻ വലിയ പ്രശ്നമില്ല കേട്ടാ. എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ലായിരുന്നു. ഗൈസ്, ഇനി ഇവിടെ ഒരു വലിയ വളവുണ്ട്. മാപ്പിൽ കാണാൻ പറ്റും. അതൊരു വലിയ വളവാണ്. അത് വലിയ കുഴപ്പമില്ലാതെ പോയി. ബ്രേക്ക് പിടിച്ച് മെല്ലെ പോയാൽ മതി. ഗൈസ്, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കാരൻ വന്നിട്ട് പണി തന്നടാ. അവന് കുറച്ചുകൂടി ചേർന്ന് പോയിരുന്നത് എന്തായിരുന്നു ഗൈസ്? നമ്മുടെ ഒരു ഗ്ലാസ് ചളങ്ങി, നമ്മുടെ ഒരു സൈഡ് മിറർ ചളങ്ങി വല്ലാണ്ടായിപ്പോയി. അത് കുഴപ്പമില്ല. നമുക്ക് ഇത് ട്രിപ്പിൽ നിന്ന് കാശ് കിട്ടുമ്പോൾ വണ്ടി പണിയാം. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് കൂടിയും ചെയ്ത് വെച്ചേക്കാട്ടാ. അപ്പോഴേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ അതിലും വലിയ വളവ് വന്നിരിക്കുന്നു. ഈ വളവ് ഞാൻ സൂക്ഷിച്ചെടുക്കും. അത് ഞാൻ വാക്ക് തരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതാ. ഇവിടെ ഒരു വളവുണ്ട്, അത് മെല്ലെ എടുത്താൽ മതി. ഗൈസ്, ഞാൻ ഇരുട്ടത്ത് ലൈറ്റ് ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ? എപ്പോൾ മുതൽ ഇട്ടതാ? ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. എങ്ങനെയുണ്ട് ഗൈസ് ലൈറ്റ് ലുക്കല്ലേ? ഇത് എനിക്കിങ്ങനെ ഓടിക്കിട്ടുന്ന